നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടി എന്നതാണ് ഈ വാർത്താ മണിക്കൂറിന്റെ പ്രത്യേകത. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതിയല്ല സാർ ആരംഭിക്കുകയാണ്. ഞാൻ ടി കെ റിജിത്ത്. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. പക്ഷിപ്പനി പേടിയിലാണ് ആലപ്പുഴ ജില്ല. ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ദുരിതത്തിലായിരിക്കുന്നത് താറാവ് കർഷകരാണ്. ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ട് ലക്ഷങ്ങൾ മുടക്കി വളർത്തിയ താറാവുകളെയാണ് കൊന്നൊടുക്കേണ്ടി വരുന്നത്. രോഗബാധ സ്ഥിരീകരിക്കുന്ന സ്ഥലങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്നതിന് പകരം ശാസ്ത്രീയവും ശാശ്വതവുമായ മറ്റു പരിഹാരങ്ങൾ സർക്കാർ ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. എല്ലാ കൊല്ലവും ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ആലപ്പുഴയിൽ നിന്ന് പതിവ് തെറ്റിക്കാതെ വരുന്ന വാർത്തയാണ് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നുവെന്നത്. ഇക്കുറിയും ആ വാർത്ത എത്തി. 20,000-ഓളം പക്ഷികളെയാണ് പക്ഷിപ്പനിയുടെ ഭാഗമായി ആലപ്പുഴയിൽ കൊന്നൊടുക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിൽ വീതമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവ്, കോഴി, കാട എന്നിവയിൽ രോഗമുണ്ടെന്ന് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് ആലപ്പുഴയിലെ താറാവ് കർഷകർ കടമെടുത്താണ് ഇക്കുറി കൃഷിക്കിറങ്ങിയത്. അവസാന ഫലം നിരാശ മാത്രം. കടവും വിലവും വാങ്ങിയാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. അത് വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ്. ആ പ്രതീക്ഷ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ ഒരു താറാവിന് 250-300 രൂപ വില കിട്ടേണ്ട താറാവ് പക്ഷിപ്പനി എന്ന് മരിച്ചു പോകുമ്പോൾ ലക്ഷങ്ങളാണ് നഷ്ടം വരുന്നത്. ആ കുടുംബം കടക്കണിയിലേക്ക് വരുവാണ്. പതിറ്റാണ്ടുകളായി പക്ഷിപ്പനിയും ഇതേ തുടർന്നുള്ള കൊന്നൊടുക്കലും തുടരുമ്പോഴും കാലത്തിനൊപ്പം മാറാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. ഈ പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ ആ താറാവിനെ സംരക്ഷിക്കുവാൻ അതിനെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. വാക്സിൻ കൊടുത്ത് അതിനെ സംരക്ഷിക്കുവാനുള്ള സംവിധാനമാണ് വേണ്ടത്. എല്ലാ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലുകളിലും മൃഗാശുപത്രികളിലും അതിനുള്ള മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് എടുക്കണം. പക്ഷിപ്പനിയുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ സാമ്പിളുകൾ എടുത്ത് ഭോപ്പാലിൽ അയച്ച റിസൾട്ട് മടങ്ങിയെത്തണം. ഇതിന് ചുരുങ്ങിയത് 2 ആഴ്ച മുതൽ 1 മാസം വരെ സമയമെടുക്കാറുണ്ട്. പക്ഷിപ്പനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ ഈ സമയപരിധി തന്നെ ധാരാളം. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കാരണം ഇത് നാഷണൽ ബേസ്ഡ് ഒരു പരിപാടിയാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിന് മുൻകൈ എടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അതൊരു ആവശ്യമായിട്ട് തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന് നിന്നാൽ ഗവൺമെൻറ് ചിലപ്പോൾ ഇതൊരു നാഷണൽ പാൻഡമിക് കൂടാ. ആലപ്പുഴയിൽ തന്നെ പരിശോധനാ ലാബ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ സർക്കാരുകൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. രോഗം സ്ഥിരീകരിച്ചാൽ പക്ഷികളെ കൊന്നൊടുക്കുന്നതിന് പകരം മറ്റു മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് കർഷകരുടെയും ആവശ്യം. ഇത് ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഇല്ലാത്ത കാശെല്ലാം പലിശക്കൊക്കെ മേടിച്ചാണ് നമ്മളിതൊക്കെ ചെയ്തത്. അത് ഇപ്പം ക്രിസ്മസിന് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇതായി. 7 ലക്ഷം രൂപയോളം ഇപ്പം നഷ്ടം വന്നിരിക്കുകയാണ്. ഇനിയും കിടക്കുന്ന താറാൻ്റെ സ്ഥിതി ഇതൊക്കെ തന്നെയല്ലേ കിടക്കും. വർഷാവർഷമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് താറാവ് കർഷകർ ആവശ്യപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. പക്ഷിപ്പനിയുടെ കാര്യത്തിൽ അതീവ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. മൃഗസംരക്ഷണ വകുപ്പടക്കം തുടർ നടപടികൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷിപ്പനി വളരെ വേഗത്തിൽ വ്യാപനമുണ്ടാകുന്ന ഒരു രോഗം കൂടിയാണ് എന്നുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കുട്ടനാട് മേഖലയിലൊക്കെ താറാവുകളെ കൂട്ടത്തോടുകൂടി വളർത്തുന്ന സാഹചര്യമൊക്കെയാണ്. അതുകൊണ്ട് ജാഗ്രതയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത് എന്ന് ആവർത്തിച്ച് മൃഗസംരക്ഷണ വകുപ്പടക്കം ആരോഗ്യ വകുപ്പടക്കം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് കൃത്യമായി എല്ലാവരും പാലിക്കുകയും വേണം. ഇനി കണ്ണൂരിലേക്കാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ ആറളം പഞ്ചായത്തിലെ വാളത്തോട് എന്ന ഗ്രാമം ഇന്ന് ശ്വാസം അടക്കിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. ആനപ്പേടിക്ക് പിന്നാലെ ഇപ്പോൾ കടുവാഭീതിയും ഈ നാടിനെ വിഴുങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് നാടിന് കാവലായിരുന്ന നായകളെ മുഴുവൻ കടുവ കൊണ്ടുപോയ ഈ മണ്ണിൽ ഇന്ന് അവശേഷിക്കുന്നത് ഒരേയൊരു നായ മാത്രമാണ്. ആറളം പഞ്ചായത്തിലെ വാളത്തോടെന്ന ഗ്രാമത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ നായയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഗ്രാമത്തെ സംരക്ഷിക്കാൻ ഇവനോടൊപ്പം ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്.
മറ്റുള്ളവരെ കടുവ കവർന്നപ്പോൾ വാളത്തോട് ഗ്രാമത്തിൽ ബാക്കി വന്നത് ഇവൻ മാത്രമാണ്. പക്ഷേ എത്ര നാളത്തേക്ക്? 3 വർഷമായി ഈ കടുവയുടെ ശല്യം ഇവിടെ സ്ഥിരമായിട്ടാകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം നാട്ടുകാരൊന്നും ഇത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. എൻ്റെ തന്നെ ഒരു 4 പട്ടീനെ കൊണ്ടുപോയി ഈ മഴക്കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിലൊക്കെ തോന്നി വേറെ 2 പേരുടെയും കൂടെ അവരുടെയും കൊണ്ടുപോയി. അപ്പോഴും ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവരന്വേഷിക്കും, കുറച്ച് പടക്കമൊക്കെ തരും, അവർ വന്ന് പൊട്ടിക്കും, അങ്ങ് പോകും. കൃഷി നശിച്ചു, തൊഴിൽ നിലച്ചു. ക്രിസ്തുമസ് ദിവസം കടുവ പ്രത്യക്ഷപ്പെട്ടത് ബൈക്ക് യാത്രികന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുന്നേ എൻ്റെ മകനിവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പം രാത്രിയിൽ ഈ കടുവയെ നേരിട്ട് കണ്ടു. അവൻ എന്തോ ഭാഗ്യം കൊണ്ട് വാഹനം ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ പെട്ടുപോയതിന്. കടുവയെ കണ്ടിട്ടുണ്ട്, ആനയെ കണ്ടിട്ടുണ്ട്, എല്ലാ മൃഗങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പണ്ട് കാണുന്നത് പോലെയല്ല. ഇപ്പം നിത്യേന എന്ന് പറഞ്ഞതുപോലെ ഇത് ഭയങ്കര രൂക്ഷമായൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത മേഖലയിൽ ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകണം. അതിന് എന്തായാലും ഗ്രാമപഞ്ചായത്തുകളൊക്കെ സത്വരമായ നടപടികൾ അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും കർഷകരാണ്. പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ആനശല്യവും കടുവശല്യം കാരണം അവർക്ക് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഇവരെ ആവശ്യം കടുവേനെ പിടിച്ച് കൂട്ടിലാക്കി ഇവിടെ വിടരുത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്നാണ് ഇവരാവശ്യം. പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ തൊഴിലാളികൾക്ക് ഭയമാണ്. സന്ധ്യ കഴിഞ്ഞാൽ മക്കളെ പുറത്തിറക്കാൻ മാതാപിതാക്കൾക്ക് പേടിയാണ്. പലരും മണ്ണും വീടും ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോയി കഴിഞ്ഞു. ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് ആക്കിയാലും വേണ്ടിയല്ല, ജനാക്കിയാലും, അല്ല ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി എവിടെയെങ്കിലും കൊണ്ടാക്ക്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റില്ലാത്തൊരു രോഗം പിടിച്ചവരും കുഞ്ഞു പിള്ളേരുള്ളൊരു കുടുംബത്തും കടുവായനെ ആനയും പേടിച്ചിട്ട് എത്ര കാലം ജീവിക്കണേ? ഒരാന പോയി 10 ലക്ഷം രൂപയോ അല്ലെ 1 കോടി രൂപ കൊടുത്ത് ഒരാളുടെ ജീവനെ കൊടുക്കാൻ പറ്റുമോ? വന്യമൃഗങ്ങളെ തടയാൻ സ്ഥാപിക്കേണ്ട ഇലക്ട്രിക് ഫെൻസിംഗ് ജോലികൾ ഇനിയും 4 കിലോമീറ്റർ പൂർത്തിയാകാനുണ്ട്. MLA ഫണ്ടിൽ 35 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ല. തങ്ങളുടെ കൃഷിയും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ട ഇവർക്ക് ഇനി നഷ്ടപ്പെടാൻ സ്വന്തം ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. വാളത്തോട്ടിലെ ഈ ഭീതിക്ക് എന്നാണ് ഒരു അറുതി ഉണ്ടാവുക? കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ട വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് കാട്ടാനയാണെങ്കിൽ മറുഭാഗത്ത് പുലിയും കടുവയുമൊക്കെയായി ആ ആശങ്ക മേഖലകൾ മാത്രമേ മാറുന്നു എന്നുള്ളൂ. പലയിടങ്ങളിൽ നിന്നായി സമാനമായ റിപ്പോർട്ടുകൾ നിരവധി നമുക്ക് മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. വനംവകുപ്പിനെ പഴിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. വനംവകുപ്പ് ഈ നാട്ടുകാരോട് കാണിക്കുന്ന സമീപനത്തിലടക്കം സമഗ്രമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വിശാലമായ അർത്ഥത്തിൽ സജീവമായി സമഗ്രമായി ആ വിഷയത്തിനൊരു പരിഹാരം കാണുന്ന നിലയിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ സത്യം. യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കാതെ കോഴിക്കോട് ചാലിയം ബേപ്പൂർ കടവിലെ പുതിയ റോറോ ജങ്കാർ സർവീസ് ആദ്യ ദിവസം തന്നെ സർവീസ് മുടങ്ങി. കൃത്യമായ മുന്നൊരുക്കങ്ങളോ പഠനമോ നടത്താതെ ആരംഭിച്ച ഈ ജങ്കാർ ബേപ്പൂർ ജെട്ടിയിൽ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജങ്കാറുകൾ കൃത്യമായി സർവീസ് നടത്താത്തത് എപ്പോഴും ബേപ്പൂരിലെയും ചാലിയത്തെയും ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതിന് പരിഹാരമെന്നോണമാണ് ഇക്കഴിഞ്ഞ 19-ന് റോറോ ജങ്കാർ ബേപ്പൂരിലെത്തിച്ചത്. ആദ്യ യാത്രയിൽ തന്നെ ഇത് നോക്കുകുത്തിയായ കാഴ്ചയാണ് ഉണ്ടായത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള റോറോ ജങ്കാർ ആദ്യ സർവീസിൽ തന്നെ കല്ലുകടിയായി. ആളുകളെയും വാഹനങ്ങളെയും കയറ്റി ബേപ്പൂരിലേക്ക്. പക്ഷേ ബേപ്പൂർ ജെട്ടിയിൽ അടുപ്പിക്കാൻ കഴിയുന്നില്ല. കൊച്ചിയിൽ നിർമ്മിച്ചതാണ് ഈ പുതിയ റോറോ ജങ്കാർ. ഒരേ സമയം 2 വലിയ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ഓടുന്നതാണിത്. കൂടുതൽ വാഹനങ്ങളെയും യാത്രക്കാരെയും ഉൾക്കൊള്ളാനും കഴിയും. മാത്രമല്ല 2 വശങ്ങളിലും പ്രവേശന മാർഗവുമുണ്ട്. ഈ ജങ്കാർ എത്തിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇതിനെ ആശ്രയിച്ചിരുന്ന യാത്രക്കാർ. പക്ഷേ നിരാശ മാത്രമായി. ഈ ചാലിയം ജങ്കാർ പറഞ്ഞ 4-5 മാസമായി ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയ ജങ്കാർ വരാണ്ട് പറഞ്ഞിട്ട് ഒരു 2-3 മാസമായി. ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ അത് ആളെ കയറ്റി ലോഡ് എടുക്കാത്ത അതിലും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ലോഡ് എടുക്കണില്ല, അപ്പോൾ അത് സൈഡാക്കിയിട്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. 2 ഇഞ്ചിന് ഒന്ന് മുന്നിലൊന്ന് വഴിയിലും 2 സ്ഥലത്തു കൂടി വണ്ടി ഇറങ്ങാം. പക്ഷേ റിവേഴ്സിൽ ഇത് പോണില്ല. എന്തായാലും ഇത് മുന്നോട്ട് പോകണ്ടേ, എന്നാലും ആൾക്ക് കയറാൻ കഴിയുള്ളൂ. ആ കാറാ തിരിച്ചുണ്ടായിരിക്കുന്നു. ബേപ്പൂർ ജെട്ടിയിലേക്ക് ഈ ജങ്കാർ അടുപ്പിക്കാൻ പറ്റിയില്ല എന്നു മാത്രമല്ല മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായി.
ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ ഈ റോറോ ജങ്കാർ സർവീസ് തുടങ്ങിയെന്ന ആരോപണവും ശക്തമാണ്. അശാസ്ത്രീയ നിർമ്മാണമെന്ന വിമർശനവുമുണ്ട്. 4 കോടി രൂപ വിലയുള്ള ഈ റോറോ സർവീസ്, ഈ റോറോയ്ക്ക് വെറും 2 കോടി രൂപയാണ് ഇതിൽ ചിലവായതെന്നും ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ അതുപോലെ ഇൻഷുറൻസോ മറ്റ് യാതൊരു വിധത്തിലുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഇല്ലാതെ ഇത് ബേപ്പൂരിൽ ഇറക്കുകയും കൊണ്ടുവന്ന് ആ ജെട്ടിയിൽ പോലും അടുപ്പിക്കാൻ കഴിയാതെ അത് ഒരു ദിവസം കൊണ്ടുവന്ന ദിവസം ഉച്ചയ്ക്ക് ചാലിയം ബേപ്പൂർ സർവീസിന്റെ നടുവിൽ വെച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. പ്രതിഷേധം ശക്തമായപ്പോൾ നേരത്തെ സർവീസ് നടത്തിയ വല്ലാർപാടത്തമ്മ എന്ന ജങ്കാറാണിപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ റോറോ ജങ്കാർ ചാലിയാറിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. റോറോ ജങ്കാറിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന വിമർശനം ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഭാരപരിശോധന ഉൾപ്പെടെ നടത്താതെ എങ്ങനെ യാത്രക്കാരെ ഇതിൽ കയറ്റിയെന്ന ചോദ്യവും. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മനുഷ്യരെ ചിലപ്പോൾ ചിലർ മുൻവിധിയോടുകൂടി കാണാറുണ്ട്. അവരുടെ വസ്ത്രധാരണത്തെ അടിസ്ഥാനമാക്കി, അവരുടെ രൂപത്തെ അടിസ്ഥാനമാക്കിയൊക്കെ ഒരു ധാരണ രൂപപ്പെടുത്തുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട്. പക്ഷേ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം മോഷ്ടാക്കളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവരെ കേട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ ഒരു ജീവിതം രക്ഷപ്പെടും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസിന്റെ മാതൃകാപരമായ ഇടപെടലിൽ ജാർഖണ്ഡ് സ്വദേശിയായ യുവാവിന് ലഭിച്ചത് പുതുജീവിതമാണ്. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഡിസംബർ 11 ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. പാമ്പളയിലും പരിസരത്തും ഒരു യുവാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. മോഷ്ടാവെന്ന് നാട്ടുകാർ കരുതി. SI താജുദ്ദീൻ അഹമ്മദും PRO അജിത് കുമാറും SCPO PA ഷെരീഫും അവിടേക്ക് ചെന്നു. വിശന്നു വലഞ്ഞു വിറയ്ക്കുന്ന ശരീരവുമായി അവിടെ കണ്ടത് ജാർഖണ്ഡ് സ്വദേശി ബറൻ മറാണ്ടിയെ. കണ്ടുപിട്ടി കഴിയുമ്പോൾ ഒരു ചാക്ക്, മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു ചാക്ക് കൊണ്ട് കയ്യിൽ ഇയാളെ വഴിക്ക് വെച്ച് കണ്ട് തടഞ്ഞു നിർത്തി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പണിക്കായിട്ട് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഇങ്ങനെ ആൾ മിസ്സായി, കൂടെ ഉണ്ടായിരുന്ന ആളെ മിസ്സായി. പുള്ളി അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണെന്ന് പുള്ളി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞായിരുന്നു ഭാര്യയും മക്കളും ഇവിടെ നാട്ടിലുണ്ട്, 1 മാസം മുമ്പ് അവർ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാനസിക രോഗിയാണെന്നുള്ള അല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് കണ്ടത്. 1 മാസം മുമ്പ് മക്കളെയും കൂട്ടി ഇടുക്കിയിലെ ഒരു ഏലത്തോട്ടത്തിൽ ജോലിക്ക് വന്ന ഭാര്യയെ തേടി ഇറങ്ങിയതാണ് ബറൻ മറാണ്ടി. അതിനുശേഷം പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സഞ്ചി ഉണ്ടായിരുന്നു, ചാക്ക്. പുള്ളി തലേ ദിവസം മിസ്സായ സംഗതിയായിരുന്നു. അത് ഞങ്ങൾ കണ്ടെടുത്തു. അത് നോക്കുമ്പോൾ അതിനകത്ത് ഭാര്യയുടെ ഡ്രസ്സ്, കുട്ടിയുടെ ഒരു ഡ്രസ്സ്, അതുപോലെ തന്നെ പാൻ കാർഡ്, കുട്ടിയുടെ പാൻ കാർഡ്. അതിനകത്തൊരു കാർഡ് ബോർഡിൽ ഒരു ഫോൺ നമ്പർ 5-6 തവണ എഴുതിയിട്ടുണ്ട് അല്ലേ, ഒരേ നമ്പർ തന്നെ 5-6 തവണ ആവർത്തിച്ച് എഴുതിയേക്കുന്ന ഒരു കാർഡ് ബോർഡും കിട്ടി. ഈ കാർഡ് ബോർഡിലുള്ള നമ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് എടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഹിന്ദി തന്നെ സംസാരിക്കുന്ന ആളുകളാണ്, ജാർഖണ്ഡുകാരാണെന്ന് പറഞ്ഞു. ആൾ മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ട്, മിസ്സായിട്ടുണ്ട്, 3 ദിവസമായെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു സുധ എന്ന് പറഞ്ഞ സ്ത്രീക്കാണ് ഫോൺ കൊടുത്തത്. വണ്ടമേട് കടശിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന ഒരു ആശ്രമത്തിലാണ്. അവിടെ ഇവരുടെ ഭാര്യ മക്കളുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ആളെങ്ങനെയും കട്ടപ്പന വരെ ഒന്ന് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ കട്ടപ്പന പോയി കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. എറണാകുളത്ത് നിന്നുള്ളൊരു KSRTC ബസ് വന്നു, കുമളിക്കുള്ള ബസ് വന്നു കഴിഞ്ഞപ്പോൾ കൈയാടി ചേർത്ത് കണ്ടക്ടറെ വിളിച്ചിറക്കി താഴെ നിർത്തി പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത്. വിശന്നു വലഞ്ഞ് ക്ഷീണിതനായ ബറൻ മറാണ്ടിക്ക് പാമ്പള ഡാമിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തങ്ങളുടെ ഭക്ഷണപ്പൊതി നൽകി. നമ്മളിൽ ഒരാളാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ചിന്ത ഈ പോലീസുകാർക്കും ഉണ്ടായി. ഈ ആളെ കണ്ട് കഴിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പരസ്പരം സംസാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, നമ്മൾ ഭാഷ അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങൾ ആദ്യം പരസ്പരം പറഞ്ഞതും സംസാരിച്ചതും ചിന്തിച്ചതും. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നന്മകളുണ്ടാവും, താനേ വരും. ഇവിടെ യാന്ത്രികമായ കൃത്യനിർവഹണമല്ല, മറിച്ച് മാനുഷികമായ ഇടപെടൽ കൂടിയാണ് ഉണ്ടായത്. ബറൻ മറാണ്ടി ആരോഗ്യവാനാണ്. അണക്കരയിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം സന്തോഷത്തോടെ ജോലി ചെയ്ത് കഴിയുന്നു. പ്രാദേശികവാദത്തിന്റെ പേരിൽ ആളുകൾ തല്ലിച്ചതയ്ക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്ന നാട്ടിൽ ഈ പോലീസുകാരുടെ ഇടപെടൽ മാതൃക തന്നെയാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.
ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംപ്രേഷണം ചെയ്ത വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരുപാട് പ്രേക്ഷകരെ, ജോസ്വിൻ ജോസഫിനെ പോലുള്ള ഒരുപാട് പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ പൊതുവായി അവരുടെയൊക്കെ കമൻറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വനംവകുപ്പ് കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. അത് സത്യവുമാണ്. വനംവകുപ്പ് സമഗ്രമായി ആ വിഷയത്തിൽ ഇടപെടേണ്ടതും നാട്ടുകാരെ കേട്ട് അതിന് പരിഹാര നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതുമാണ്. പക്ഷേ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പൊതുവായി നമ്മൾ കാണുന്ന ഘട്ടത്തിൽ അത് വളരെ വിശാലമായി പഠിച്ച് സമഗ്രമായി പഠിച്ച് അതിനൊന്നോ രണ്ടോ കാരണങ്ങളല്ല ആ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് നമുക്ക് മുമ്പിലുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സമഗ്രമായി പഠിച്ച് സമഗ്രമായൊരു പരിഹാരം അതിന് കാണുന്ന തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. അതിന് ജനപ്രതിനിധികൾ മുൻകൈയെടുക്കേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലുള്ള ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കേണ്ടതുണ്ട്. അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും എന്നത് സത്യവുമാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സഹായം, അവർക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പ്, അവരുടെ പുനരധിവാസം, അതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും എന്താണ് നടക്കുന്നത് എന്നത് പ്രേക്ഷകരോട് കൃത്യമായി വിശദീകരിക്കണം. അതിൻ്റെ നിർമ്മാണ പുരോഗതി അടക്കം ഏത് തരത്തിലാണ് എന്ന കാര്യം പ്രേക്ഷകരോട് വിശദീകരിക്കണം എന്നുള്ളത് 24 തീരുമാനിച്ചതാണ്. കാരണം അതിനൊരു കാലതാമസവും ഉണ്ടാകാൻ പാടില്ല, അതിനൊരു തരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്നത് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുമുണ്ട്. അവിടെ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 200 വീടിൻ്റെ മേൽക്കൂര നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. ഫെബ്രുവരിയിൽ ആദ്യഘട്ടം നിർമ്മിക്കുന്ന വീടുകളുടെ താക്കോൽ കൈമാറും. അതേസമയം കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കാനാണ് പദ്ധതി. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഈ ഉയരുന്നത്. 400ഓളം വീടുകളാണ് ടൗൺഷിപ്പിന്റെ ഭാഗമായി സർക്കാർ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടം 300 വീടുകളാണ് സർക്കാർ നൽകുക. 200ാമത്തെ വീടിന്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നഭവനങ്ങൾ അതിവേഗം ഉയരുകയാണ്. 410 വീടുകൾ ഒരേ മാതൃകയിൽ ഒരുപാട് പ്രത്യേകതകളോടെ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പുരോഗമിക്കുന്നത്. മേൽക്കൂര പൂർത്തിയായ വീടുകളുടെ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 200ഓളം വീടുകളുടെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തോട് കൂടിയിട്ട് ഇതേ അവസ്ഥയിൽ മറ്റു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ടൗൺഷിപ്പ് കൈമാറാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ദുരന്തമുണ്ടായ ഉടനെ തന്നെ KPCC പ്രഖ്യാപിച്ചിട്ടുള്ള 100 വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ 20 വീടടക്കമുള്ള 100 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് സ്ഥലം പോലും എവിടെയാണ് ഏറ്റെടുത്തത് എന്നുള്ള കാര്യം ഇപ്പോഴും അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതേസമയം ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണത്തിൽ ചോദ്യവുമായി CPM രംഗത്തെത്തി. ഡിസംബർ 28 ഇന്ന് വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ലെന്ന് CPM കുറ്റപ്പെടുത്തി. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കുകയാണെന്നും ജനുവരി 10-നകം നിർമ്മാണം ആരംഭിക്കുമെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് ഇന്ന് കോൺഗ്രസ് ജന്മദിനത്തിൽ തറക്കല്ലിടണമെന്നാണ് ആഗ്രഹം എന്നുള്ളത് പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഞങ്ങളതിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു, അതിൻ്റെ ഉദ്യോഗസ്ഥലത്തുള്ള പരിശോധനകളും പൂർത്തീകരിച്ച് സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട് 11 ഏക്കർ ഭൂമിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 8 സെന്റിൽ 1000 ചതുരശ്ര അടിയുള്ള വീടുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. 2000 ചതുരശ്ര അടിയിൽ 2 നിലകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഭരത്തോടുകൂടിയാണ് നിർമ്മാണം. മേപ്പാടി തൃക്കേപ്പറ്റ റോഡിനോട് ചേർന്നാണ് ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. വീടുകളിലേക്കുള്ള റോഡ്, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുങ്ങുകയാണ്. ഞങ്ങൾ ഏതാണ്ട് 70ഓളം വരുന്ന ഫ്ലോട്ടുകൾ റെഡിയാക്കിയെടുത്തു. അതിൽ 50 വീടിൻ്റെ പണി ആരംഭിച്ചു. ഏതാണ്ട് 47 വീടിൻ്റെ പണി അതിവേഗം
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വീട് വാർപ്പടക്കം കംപ്ലീറ്റായി. അതോടൊപ്പം തന്നെ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പണി ഒരുമിച്ച് നടക്കുന്നു. പ്ലാസ്റ്ററിങ് നടക്കുന്നു. ഏതാണ്ട് 20 വീട് പ്ലാസ്റ്ററിങ് അടക്കം കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന 105 വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ആദ്യ 50 വീടുകളുടെ താക്കോൽ ഫെബ്രുവരി മാസത്തിൽ നൽകും. രണ്ടാം ഘട്ടമായി ഏപ്രിൽ മാസം 55 വീടുകളുടെ താക്കോൽ കൈമാറും. വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ചേർത്ത് നിർത്തണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്, അവർക്ക് എന്ത് നൽകിയാലും അധികമാവില്ല എന്ന് പറയുന്നുണ്ട് മോഹൻദാസിനെ പോലുള്ള പ്രേക്ഷകർ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, നല്ല മനസ്സോടുകൂടി എല്ലാവരും അത് ചെയ്യട്ടെ, സാധാരണയായി കണ്ടുവരാറുള്ള രാഷ്ട്രീയ തർക്കങ്ങളൊന്നുമില്ലാതെ അവർക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് നീമ മാർട്ടിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രവികുമാർ PB എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ വീടുകളുടെ എല്ലാം പണി അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഉറപ്പായും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ അടക്കം മേൽനോട്ടം അതിനുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിൽ വധശ്രമ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി മുങ്ങി. കണ്ണമ്പ്ര സ്വദേശി രാഹുലാണ് മണ്ണുത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും മുങ്ങിയത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്, TK, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മണ്ണുത്തി പോലീസ് ഈ വധശ്രമ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി പാലക്കാട് വടക്കുംചേരിയിൽ എത്തുന്നത്. ഈ ബാറിന് സമീപത്ത് ഈ പ്രതി ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തി പോലീസ് അവിടെ എത്തി പ്രതിയെ അനുനയിപ്പിച്ച് കയ്യിൽ വിലങ്ങ് വെക്കുകയായിരുന്നു. ഒരു കയ്യിൽ വിലങ്ങ് വെക്കുന്നതിനിടയിൽ ഈ പ്രതി ഒരു കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയും കൈവിലങ്ങ് നെറ്റിയിലിടിച്ച് മുറിവേൽപ്പിച്ചു ആദ്യഘട്ടത്തിൽ. അതോടുകൂടി പോലീസ് പെട്ടെന്ന് പരിഭ്രാന്തരായി. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയൊക്കെ എടുത്ത് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തു. അതിന് പിന്നാലെ ഒരു സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഈ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഈ വടക്കുംചേരി ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് ബൈക്കിൽ പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ നെന്മാറ പോലീസ്, അതോടൊപ്പം തന്നെ വടക്കുംചേരി പോലീസ്, മണ്ണുത്തി പോലീസ് അടക്കം 4 പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ വ്യാപക തിരച്ചിൽ നടത്തുകയാണ്. ഈ പ്രതിക്കെതിരെ കാപ്പ കേസ് അടക്കം ചുമത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ വധശ്രമ കേസിലടക്കം പ്രതിയായിരുന്നു ഇയാൾ. ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ തൃശൂർ സ്വദേശിയാണ്, തൃശൂരിലെ താമസക്കാരനാണ് ഈ പ്രതി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മാസം മണ്ണൂത്തിയിൽ വെച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഈ രാഹുലിനെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് ഈ വടക്കുംചേരിയിൽ എത്തിയത്. എന്തായാലും വ്യാപക തെരച്ചിലാണ് ഇപ്പോൾ ഈ വടക്കുംചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ പോലീസിനെയും ഇപ്പോൾ അലേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആലത്തൂർ ഡിവൈഎസ്പിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. സമീപ പോലീസ് സ്റ്റേഷനുകൾ അടക്കം ജാഗ്രത പാലിക്കാനും ഈ സംശയം തോന്നുന്ന വാഹനങ്ങൾ അടക്കം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായും ആലത്തൂർ ഡിവൈഎസ്പി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. TK, ശരി. സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വടക്കഞ്ചേരിയിലാണ് വധശ്രമ കേസ് പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി മുങ്ങിയത്. ഇയാളെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ കേരളത്തിൽ സർക്കാർ നേരത്തെ കൊടുത്തിരുന്ന കിറ്റ് പോലെ ഒരു കിറ്റ് അങ്ങ് തമിഴ്നാട്ടിലുമുണ്ട്. തമിഴ്നാട്ടിൽ പൊങ്കൽക്കാലം തുടങ്ങാനിരിക്കുകയാണ്. പ്രധാന ചർച്ച ഇത്തവണ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന പൊങ്കൽ കിറ്റിനെ ചൊല്ലിയാണ്. സാമ്പത്തിക ഞെരുക്കം കാരണം കഴിഞ്ഞ തവണ കിറ്റിനൊപ്പം പണം നൽകിയിരുന്നില്ല. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്നത് ഒരു ആകാംക്ഷയാണ്. പണം ഉണ്ടാകുമോ, പണം നൽകുമോ എന്നതൊക്കെ ഒരു വലിയ ആകാംക്ഷയായി ചർച്ചയായൊക്കെ അവിടെ സജീവമായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികളും ഈ കിറ്റിനെ ഉറ്റുനോക്കുകയാണ്. കിറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഓരോ വർഷവും പൊങ്കൽ കിറ്റിനൊപ്പം പണവും നൽകാറുണ്ട് സർക്കാരുകൾ. അണ്ണാ DMK ആണ് ഏറ്റവും ഉയർന്ന തുക നൽകിയത്, 2500 രൂപ. DMK വന്നപ്പോൾ അത് 1000 കുറച്ചു. കഴിഞ്ഞ തവണ നൽകിയുമില്ല. കിറ്റിലുണ്ടായിരുന്നത് 21 ഇനങ്ങൾ. ഇക്കുറി അത് മതിയാവില്ലെന്നാണ് ജനപക്ഷം. പച്ചരിசி இருந்தது, கொஞ்சம் வெல்லம், கொஞ்சோண்டு முந்திரி, திராட்சை, ஏலக்காய், ஒரு துண்டு கரும்பு, பத்தாது தான். நெய் இல்லை, எதுவும் இல்லை. பொங்கல் செலவுக்குன்னு அதில் காசு எல்லாமே நாங்கள் தானே வாங்கிக்கிட்டோம். இந்த வாட்டி தான் ஏதோ 3000 ரூபாய் தரேன்னு சொல்லியிருக்கிறாங்க. ஆண்களுக்கு தான் பண்ணுவாங்கன்னு நினைக்கிறேன். வயசானவங்களுக்கு பண்ணலாம். எனக்கு ஒரு யூகம் தான். ஏன்னா லேடிஸ் பண்ணியாச்சு, இன்னும் அடுத்து ஜென்ஸ் தான் இருக்கிறாங்க. அது வயசானவங்க தான் பண்ணணும். பசங்களுக்கு பண்ணால் வேஸ்ட்டு தான். வயசானவங்க பண்ணாங்கன்னா கொஞ்சம் ஹெல்ப்பாக இருக்கும். 5000 பொங்கலுக்கு எதிர்பார்க்குறோம்.
நீங்கள் கொடுக்குறீங்க. பொருளுகள்லாம் என்ன அது முந்திரி பருப்பு, ஏலக்காய், பச்சை பருப்பு, பாயாசம் வைக்கிறது அத்தனையும் கொடுக்கணும். பொங்கல்னா எதுக்கு? இதெல்லாம் கொடுத்தாத்தே பொங்கல் வைப்பாங்க. நான் கொடுக்குறேன்னுட்டு வெறும் இதை வச்சா எப்படி பொங்க வைப்பாங்க? ரேஷன் கடையில் வெறும் இந்த பச்சை பருப்பு போட மாட்டாங்க. இது வெல்லம் கொடுக்கணும், அதெல்லாம் கொடுக்கணும் இல்லையா? எங்கே கொடுக்குறீங்க? போன வாட்டி பொங்கலுக்கு வந்து தொகுப்பு மட்டும்தான் கொடுத்தாங்க, பணம் எதுவும் கொடுக்கல. இந்த வாட்டி கொடுப்பாங்கன்னு எதிர்பார்க்குறோம். 5000 3000 சொல்லியிருக்கு, ஆனால் எது முடிவு என்னான்னு தெரியல. கொடுத்தா ஏழை மக்களுங்களும் கொஞ்சம் நல்லாயிருக்கும். സാധനങ്ങളുടെ എണ്ണവും തൂക്കവും കൂട്ടണം, പണം വർദ്ധിപ്പിക്കണം. അങ്ങനെ നീളുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ. തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അണ്ണാ DMK നൽകിയ 2500 രൂപയ്ക്ക് മുകളിൽ ഇക്കുറി DMK നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മാറിയ തമിഴ് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ഒപ്പം നിർത്താൻ DMKക്ക് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചെയ്തേ മതിയാകൂ. അണ്ണാ DMK, BJP എന്നിവയ്ക്ക് പുറമെ വിജയുടെ TVK കൂടി കളം നിറയുന്നതോടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരുപക്ഷെ DMKക്ക് പൊങ്കൽ കിറ്റും ഉപയോഗപ്പെട്ടേക്കാം. 21 ഇനങ്ങളാണ് കഴിഞ്ഞ പൊങ്കൽ കിറ്റിൽ ഉണ്ടായിരുന്നത്. അത് വർദ്ധിപ്പിക്കണം. അത് പര്യാപ്തമല്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല തുകയും, പൊങ്കൽ കിറ്റിനൊപ്പം നൽകുന്ന തുകയും വർദ്ധിപ്പിക്കണം. ഈ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഈ പൊങ്കൽ കാലത്ത് ഉന്നയിക്കുന്നത്. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പൊങ്കൽ കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. പണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ആകാംക്ഷ. നേരത്തെ നൽകിയതിനേക്കാൾ കൂടുതലായിരിക്കുമോ ആ പണം എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. പൊതുജനം കഴുതിയല്ല സാർ @gmail.com എന്ന ഇമെയിൽ ID ഉപയോഗിച്ചും നിങ്ങൾക്ക് വാർത്തകൾ സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി സ്പെഷ്യൽ എൻകൗണ്ടർ കാണാം. പ്രേക്ഷകർക്കൊപ്പം SKN എത്തും. നമസ്കാരം.